ഹലോ അഖി. ഹലോ, ആ എന്താ വിളിച്ചേ? നീ തിരക്കിലൊന്നുമല്ലല്ലോ? തിരക്കിലൊന്നുമല്ല. തിരക്കാണെങ്കിൽ കാര്യമില്ല. അല്ലേ, പിന്നെ ഇന്ന് ആ പെണ്ണുങ്ങളുടെ എവിടെയോ പോയിട്ട് നീ വേഗം വരുമോ? അത് പറയാനാ അത് പറയാനാ അവര് വേഗം വരുമോന്ന് ചോദിച്ചാവട്ടെ. വരുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ വരണം. എന്റെ ഒരു ഇപ്പൊ തന്നെ പെട്ടെന്ന് ഇതുപോലെ ഒരു ചാൻസ് എനിക്ക് കിട്ടൂല. ഒരു കാര്യം ചെയ്യ്, ഞാൻ വരാം. നീ എവിടെയുള്ളത്? ഞാനുള്ളത് നിന്റെ ആ ഏരിയയിലല്ല, വേറെ സ്ഥലത്താണ്. ലേറ്റ് ആവുക? കുഴപ്പമില്ല, ഞാൻ ലേറ്റ് ആവില്ല. ഞാൻ പറഞ്ഞു തരാം. ഒരു കാര്യം ചെയ്യ്, അവിടെ വേറെ ആരും ഉണ്ടാവുന്നില്ലല്ലോ? ആ ഏരിയയിൽ പറഞ്ഞിട്ടല്ലേ? വേറെ ആരുമില്ല. അതേ, അവരെ എവിടെയും പോകുന്നത് ഞാൻ കണ്ടു. അതാണ് അപ്പൊ എന്നെ വിളിച്ചത്. എന്നാ പിന്നെ സംഗതിയെല്ലാം സെറ്റ് ആയില്ലല്ലേ? ഇനി ഇരുന്നിട്ടോ കിടന്നിട്ടോ എന്നിട്ടോ എന്തെങ്കിലോ. നിന്റെ വീട്ടിലായതുകൊണ്ടാ എനിക്ക്. അപ്പൊ എല്ലാം സെറ്റാക്കി വെക്കണേ. ഏത് ഡ്രസ്സാ? എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടോ. ഡ്രസ്സ് ഒരു എന്താ പറയാ, അന്ന് ഇട്ടൊരു ചുവപ്പ് ഒരു സംഭവമില്ലേ, അതാകുമ്പോ വെളുപ്പും ചുവപ്പുമായിട്ട് കാണാൻ നല്ലൊരു അരങ്ങായിരിക്കും. അതാ ഇഷ്ടം. ശരി. ശരി. പിന്നെ പുറത്ത് മതി, ഉള്ളില് വേണ്ട. സമയമില്ല. പണ്ടെടുത്തല്ലേ സാധാരണ. പുറത്ത് മാത്രം മതി കേട്ടാ. അതാകുമ്പോ പിന്നെ സംഗതിയൊക്കെ വന്നാൽ ഉടനെ കഴിക്കാലോ. നീ ലേറ്റ് ആക്കാണ്ട് വേഗം വാ. ഇത് പറഞ്ഞു നിന്നാല് ശരിയാവില്ലല്ലോ. ഒന്നും അറിയില്ല. അതെ, പിന്നെ വേറെ ഒന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഞാന് വരുന്നത് ലൈനില് കൊടുക്കേണ്ട സാധനങ്ങളൊക്കെ എന്റെ കയ്യിലുണ്ട് കേട്ടോ. അത് അവിടെ നിന്നോട്ട്, വണ്ടി കിടന്നോട്ട്, അത് കുഴപ്പമില്ല. ഞാനത് കഴിഞ്ഞിട്ട് കൊടുത്തോളാം, വന്ന് കഴിഞ്ഞിട്ട് കേട്ടോ. പിന്നെ കഴിക്കാൻ വേറെ എന്തെങ്കിലും വാങ്ങിക്കണോ? കഴിക്കാൻ ഇപ്പൊന്നും വേണ്ട. ഐസ്ക്രീം ഉണ്ട്. ഐസ്ക്രീം ഉണ്ട്. ഐസ്ക്രീം എന്തായാലും കഴിക്കണം കേട്ടോ. അത് വാങ്ങിക്കോ. അത് മേടിക്കണ്ട, കൈമേലുണ്ട്. സ്ഥിരമായിട്ട് എന്റെ കൈമേലുള്ളതല്ലേ? അതെ, അത് കഴിച്ചാ മതി. ഇനി അന്ന് എന്റെ വീട്ടിൽ വന്ന പോലെ പറ്റുമോ? അന്ന് എന്റെ വീട്ടിൽ വന്നിട്ടുള്ള ആ ലെവലിലൊക്കെ പറ്റുമോ അവിടെ? പറ്റൂ, അതുകൊണ്ട് നിന്നെ വിളിച്ചത്. ഇനി അവിടെ എത്തുമ്പോ ഇതെല്ലാം മാറുമോ? മാറുമൊന്നുമില്ല. പിന്നെ ഞാൻ ആദ്യമേ പറയാ, വന്നിട്ട് അവിടെ ഇതൊന്നും പറയാൻ സമയം കിട്ടില്ല. അതുകൊണ്ടാണ് അവിടെ എത്തിയിട്ട് തിരക്ക് കൂട്ടരുത്. തിരക്ക് കൂട്ടുമ്പോ എന്റെ മൊത്തം കൺട്രോളും പോവും, എന്റെ മൂഡും പോവും. പിന്നെ അവിടെ സാധാരണ പറയുമ്പോലെ പെട്ടെന്ന് പോകുമെന്ന് പറഞ്ഞാൽ നടക്കൂല. രണ്ടാമത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, വേറെ ആരും വന്നിട്ട് ഇടയ്ക്ക് കയറി വരാനൊന്നുമില്ലല്ലോ, കുടുംബക്കാരും? വേറെ ആരുമില്ല. അപ്പൊ ധൈര്യത്തിലായിരിക്കും. എനിക്ക് ധൈര്യമുണ്ട്. നീ ഇപ്പൊ പിന്നെ പെട്ടെന്ന് വന്നിട്ടെങ്കിലാണ് അല്ല, പെട്ടെന്ന് വണ്ടിയാണ് സാധാരണ വെക്കുന്ന സ്ഥലത്ത് വെച്ചോളൂ ഇതെല്ലാം പറയുന്നത്. പിന്നെ ആരും വരാനില്ലെങ്കിൽ ബാക്കിലെ ആ ഒരു ഡോറല്ലേ, അടുക്കള ഭാഗത്തല്ലേ, അതവിടെ തുറന്നിട്ട് കേട്ടാ.
എന്നിട്ട് അതില് വരുന്ന അല്ല, വരുത്തിയാൻ എങ്ങനെയെങ്കിലും കണ്ടു തന്നെ വന്നോളൂ. അഥവാ ഇറങ്ങുമ്പോൾ എനിക്ക് ബേക്കിലോട്ട് ഇറങ്ങാലോ. ചിരിക്കണ്ട, എന്റെ സേഫ്റ്റി എനിക്ക് നോക്കണ്ടേ. അപ്പൊ ഞാനോ? നീ അവിടെ തന്നെയല്ലേ. എനിക്ക് എന്തായാലും എല്ലാത്തിനും സമയം കിട്ടൂലേ. കെട്ടിയാൽ എന്തായാലും വരില്ലല്ലോ, പണിക്ക് വരല്ലേ. ആ പെണ്ണുങ്ങള് പോയി അറിഞ്ഞപ്പോ മുതല് എനക്ക് എന്താ പറയണ്ടേ, ഒരു നിന്റെ കെട്ടുമുട്ടിയൊക്കെ ആയിരിക്കും അല്ലേ. അപ്പൊ തന്നെ നിന്നെ വിളിക്കാൻ വിചാരിച്ചു. എന്തിനായാലും ആ കെട്ട് ഞാനിപ്പം തുറന്നു വിട്ടുതരാം. തിരിച്ചുകൊണ്ട് കെട്ടുവിട്ടാ വിളിച്ചു കേട്ടോ. അതന്നെയാണ് പേടി. കുറച്ച് ദിവസമായില്ലേ ഇപ്പൊ അല്ലേ. ഈടാതെന്ന് പറഞ്ഞതിനെ പറ്റിച്ചതേ. ഞാൻ പറ്റിച്ചൊന്നല്ല, അത് ഓരോ വിധത്തിലായിപ്പോയില്ലേ. ആദ്യം നീ പറ്റില്ല പറഞ്ഞ്, പിന്നെ കിട്ടുമെന്ന് പറഞ്ഞ്, അങ്ങനെയൊക്കെ ആയിട്ട് ഒന്നുമല്ലേ. എന്തോ ഭാഗ്യത്തിനാണ് ഈ ഒരു അവസരം കിട്ടിയത്. ഞാൻ വിചാരിച്ചു പിന്നെയും കെട്ടിയോൻ കയറി മേഞ്ഞാണോ, അതാ പിന്നെ നീ അത്ര ഇൻട്രസ്റ്റ് കാണിക്കാതെ. അതൊന്നുമില്ല, സ്ഥലമില്ല റൂമില്ല എന്ന് പറഞ്ഞോണ്ടാ. പിന്നെ വേറൊരു കാര്യം കൂടി, ഒരു നല്ല മണമുള്ള എന്തെങ്കിലുമൊക്കെ അടിച്ചു വെച്ചാട്ടോ റൂമിലൊക്കെ. എനിക്ക് ഒന്നുമില്ല, അടിക്കണ്ട. ഞാൻ ഇതെല്ലാം പോക്കറ്റ് ഇട്ടോണ്ട് നടക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടല്ലേ പറയുന്നു. ചെറിയ എന്ത് സാധനം എടുത്ത് വെച്ചൂടെ. ഞാൻ ഓൾറെഡി നല്ല ഇതിൽ തന്നെ ഇരിക്കുന്നത്. മണത്തിൽ തന്നെ ഉള്ളത്. ഞാൻ നല്ല സെറ്റപ്പ് തന്നെ ഇരിക്കുന്നത്, എനിക്ക് വന്നാണ്. എന്തെങ്കിലും പൊന്നം കൊടുത്തിട്ട് തന്നെ പൊട്ട് എന്ന് പറഞ്ഞ പോലെ. എനിക്കത് വേണ്ടായിരിക്കും. അതിനൊന്നും ആവശ്യമില്ല. ഞാൻ അതൊക്കെ മനസ്സിലാവും. സാധാരണ നീ മനസ്സിലാക്കുന്നല്ലേ. അപ്പോ ഞാൻ ഈ സംസാരിച്ച് നിൽക്കുന്നത് ഇവിടുത്തെ ചെറിയൊരു ഇടപാട് തീരാനുണ്ട്. ആ ഒരു സമയം ാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എനിക്ക് ഇടപാട് പറഞ്ഞാൽ എങ്ങനെയാ തോന്നുന്നു, എനിക്ക് ഇവിടുന്ന് ചെറിയൊരു ക്യാഷ് കിട്ടാനുണ്ട്. പെട്ടെന്ന് വിളിച്ചല്ലേ, അപ്പൊ ഒരു 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 10 മിനിറ്റ് സമയം വേണ്ടി. അയാള് 10 മിനിറ്റ് എത്താനത്തെ സമയവും ഇല്ല, എത്രയാ, ഒരു 20 മിനിറ്റ് ഉണ്ട്. ഇപ്പൊ അതല്ലേ ഉള്ളൂ, 10:15 ഉള്ളൂ. അതെ, ഒരു അരമണിക്കൂർ പോകും. സാരല്ല, അരമണിക്കൂറും. അതെ, ഞാൻ എന്തായാലും ഒരു 1:30 ആകുമ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു. അവര് തിരിച്ചു വരുമ്പോഴൊക്കെ നീ പോണോ? അവര് തിരിച്ചു വരുമ്പോ എന്തിനാ ഞാൻ പോകുന്നത്? ഞാൻ അവിടെ വരുന്നവര് കാണാതിരുന്നാ പോരെ. ഇത് എത്ര മണിക്ക് വന്നേന്നെല്ലാം മനസ്സിലാവുക. പിന്നെ ഞാൻ വരുന്ന വാച്ചും സമയം എടുത്തിട്ടാ പോകും. നീ പോയാ അത് വിട്. അവിടെ ആ വീടൊന്ന് കടന്നു കിട്ടാനുള്ള ചെറിയൊരു സമയമല്ലേ നമുക്ക് കൊണ്ടു. എനിക്കതൊക്കെ ഉണ്ട്. നിന്റെ ആദ്യം നീ പേടിയെന്ന് കളഞ്ഞു. പേടിന്റെ ആവശ്യമില്ല. പേടിയൊന്നുമില്ല. അവിടെ വന്നാല് മര്യാദക്കൊന്ന് ആസ്വദിച്ച് കഴിക്കാൻ കഴിയണം കേട്ടാ. അതിലുണ്ട്. അത് എന്റെ ഇഷ്ടത്തിനായിക്കണം കാര്യങ്ങളെ. എന്നുവെച്ചാൽ നിന്റെ ഇഷ്ടം വേണ്ടെന്നല്ല, ഇഷ്ടങ്ങളൊക്കെ ആയിക്കോട്ടെ. തിരക്ക് കൂട്ടാണ്ട് നിന്നാ മതി. തിരക്കൊന്നും കൂട്ടൂല. തിരക്ക് കൂട്ടുമ്പോ ഒന്നുണ്ട് ശരിയാണ്ട്. ഇഷ്ടം കൂടി ആയോണ്ടല്ലേ ഞാൻ വിളിച്ചത്. നിനക്കും കൂടി ഇഷ്ടായതുകൊണ്ടല്ലേ നിന്നെ ഞാൻ വിളിച്ചത്. തിരക്ക് കൂട്ടിയാല് ശരിക്കൊന്നും ആസ്വദിക്കാൻ പറ്റില്ല എന്നാ പറഞ്ഞു. ആസ്വാദനാണല്ലോ ഏറ്റവും വലുത്. തിരക്കൊന്നും ഞാൻ കൂട്ടൂല. ഓക്കെ, തിരക്ക് കൂട്ടണ്ട. പിന്നെ കളറൊന്നും വരുത്തേക്കണ്ട കേട്ടാ. കളറൊന്നും വരുത്തേക്കൂടി, അങ്ങനൊക്കെ. അത് നമുക്ക് ഇഷ്ടമല്ല. ഞാൻ കളർ കൂട്ടുന്നത് നമുക്ക് എല്ലാം നല്ല ഒറിജിനൽ ആയിരിക്കണം. അറിയാലോ. ഒറിജിനലും കൊണ്ടല്ലേ വരത്തുള്ളൂ. അതെ, ഒറിജിനൽ ആകുമ്പോ അതിന്റെ ഒരു ടേസ്റ്റും അതിന്റെ ഒരു എല്ലാം ഒറിജിനൽ ആയിരിക്കണം. അല്ലാണ്ട്
ഉം, ഡ്യൂപ്ലിക്കേറ്റ് കളറൊക്കെ വാങ്ങി തേച്ച് ഉം. വൃത്തികേട്. ഇനി കുറെ എന്റെ അവിടെ ഇവിടെയൊക്കെ പോരുണ്ട്. ഏ? കുറെ എന്നിട്ട് എന്റെ ദേഹത്തൊക്കെ അവിടെ ഇവിടെയൊക്കെ പോരുണ്ട്. അപ്പൊ ശരിക്കും മനസ്സിലായിക്കോളും. അതുകൊണ്ടാ പറഞ്ഞത് എനിക്ക് ഇത് കഴിഞ്ഞിട്ട് വീണ്ടും വർക്കുള്ളത്. വർക്കിന് പോകാനും പറ്റുമെന്ന്? വർക്കിനെല്ലാം പോകാൻ പറ്റുമോ ഇനി? എന്നിട്ട് നിന്ന് വരാന്ന് ഉറപ്പ് വരും. ക്ലിയർ ആവുന്നില്ല കേട്ടോ അതൊക്കെ. അല്ല എവിടെയെങ്കിലും നിന്നാലാന്ന് ഉറക്ക് വരുവാന്ന്. ഇപ്പൊ ക്ലിയർ ആയാ? ആ അത് ഞാനുള്ള സ്ഥലത്തൊക്കെ റേഞ്ചിന്റെ എന്തോ പ്രശ്നമുണ്ട് കേട്ടാ. അതേണ്ട് റേഞ്ചിന്റെ തന്നെയാണോ ഇനി വേറെ ആരും ഫോണൊന്നും ചോർത്തുന്നില്ലല്ലോ? ആര് ചോർത്തായേ? നീ ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ടാ? അയ്യോ, അല്ല എന്തോ ഒരു സൗണ്ട് മാറും പോലെ ഒക്കെ തോന്നുന്നുണ്ട്, സംശയം ചോദിച്ചാ. ഞാൻ റെക്കോർഡ് ചെയ്ത് അനക്കും കൂടി മോശമല്ലേ? ഇപ്പൊ ആരെയും വിശ്വസിച്ച് ഫോണിൽ പോലും വിളിക്കാൻ പറ്റാത്ത അവസ്ഥയാ. നീ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ എനിക്കിപ്പോ സംശയം. ഇനി നീ പറഞ്ഞു ലേറ്റ് ആക്കി പറയണ്ടേ? ലേറ്റ് ആക്കുന്നല്ല, ഈ ക്യാഷ് ഇട്ടിട്ട് ഇപ്പൊ വേണമെങ്കിലും നീ വേഗം വാങ്ങിക്കേ. നീ വിളിക്കുമ്പോഴാണ് എടുക്കാൻ പറ്റും. അത് എനിക്ക് കിട്ടണ്ടേ? സമയായല്ലോ. നോക്കിയതാ ഞാൻ ഇതാ പടയുന്നോട്ട് വരികയാണേ. ഓക്കെ.